മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തൃശ്ശൂരിലെ ഒരു ക്രിസ്മസ് പ്രോഗ്രാമില് ഒരു കോൺഗ്രസിന്റെ കൗൺസിലർ രംഗത്തെത്തിയിട്ട് നല്ല ഒന്നാന്തരം പപ്പുത്തരം വിളിച്ചു പറഞ്ഞിരിക്കുന്നു. അതിനേതായാലും കോൺഗ്രസിന്റെ ആ നേതാവിനെ അതേ സ്റ്റേജിലിരുത്തിയിട്ട് സുരേഷ് ഗോപി നല്ല ഒന്നാന്തരം ചുട്ട മറുപടി അങ്ങ് കൊടുക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് കോൺഗ്രസ് നേതാവിന്റെ പപ്പുത്തരം ഒന്ന് കേൾക്കാം. നിങ്ങളൊന്ന് കേട്ടോക്കൂ. സഹോദരന്മാരും സഹോദരിമാരും ബുദ്ധിമുട്ടുന്ന കാഴ്ച ഇന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കേട്ടപ്പോൾ നമുക്ക് നമ്മുടെ ഈ ആഘോഷങ്ങൾക്ക് നമുക്ക് ഇത് ആഘോഷിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു വലിയ സന്തോഷം നമുക്കുണ്ടെങ്കിൽ തന്നെ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പല വാർത്തകളുമാണ് ഇന്ന് പത്രമാധ്യമങ്ങളിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ക്രിസ്തുവാണ് ഏറ്റവും വലിയ സഹനവും ഏറ്റവും വലിയ പ്രയാസങ്ങളിൽ കൂടി കടന്ന് ക്രിസ്തു പുൽക്കൂട്ടിൽ കാലിത്തൊഴുത്തിൽ ജനിച്ചപ്പോൾ ക്രിസ്തുവാണ് ഏറ്റവും വലിയ സഹനം സഹിച്ചതെന്നാണ് നമുക്കെല്ലാം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരുമാണ് ക്രിസ്തുവിനേക്കാളും വലിയ സഹനം സഹിക്കുന്നതെന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ മനസ്സൊന്ന് പെടഞ്ഞു പോകുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട്. നിങ്ങൾ കേട്ടില്ലേ എത്ര നിറകേടാണ് ഇയാൾ ഈ വിളിച്ചു പറയുന്നത്? ഉത്തരേന്ത്യയിൽ ക്രിസ്തുവിനേക്കാൾ സഹനം സഹിച്ച് ആണ് ആളുകൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ എന്തിനാണ് ഇങ്ങനെ പച്ചക്കള്ളം ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുന്നത്? ഈ ഒരു ക്രിസ്മസ് ആഘോഷം എന്നൊക്കെ പറയുന്ന ഒരു പുണ്യമായൊരു ആഘോഷമല്ലേ? അത് ആളുകൾ വലിയ ഐക്യത്തിൽ ആഘോഷിക്കുന്ന ഒരു ആഘോഷമല്ലേ? അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയൊക്കെ വേദിയിലെത്തിയ, അതേപോലെ തന്നെ എല്ലാ പാർട്ടിക്കാരും എല്ലാവരും ഒത്തൊരുമിച്ച് പോകുന്ന ഒരു സ്റ്റേജിൽ നിന്നിട്ടോ ഒരു ഉളുപ്പുമില്ലാതെ പച്ചക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതല്ലേ നമ്മൾ ഈ കേട്ടിട്ടുള്ളത്? യഥാർത്ഥത്തില് ഈ കോൺഗ്രസ് ഒക്കെ ആരുടെ പിന്തുണയോടാണ് ഈ ത്രിതല പഞ്ചായത്തിലൊക്കെ വിജയിച്ചിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമിയുടെ. ആ ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശ് ഇപ്പോ ഭരിക്കുന്നത്. അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് ഇന്ന് ക്രിസ്മസ് പോയിട്ട് ജീവൻ ബാക്കിയുണ്ടോ എന്നുള്ള നെട്ടോട്ടത്തിലല്ലേ സ്വന്തം വീടുകളില് ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുന്ന ബംഗ്ലാദേശികളില് ക്രിസ്ത്യാനികൾക്ക് അന്തി ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയില്ലേ? അതേ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയല്ലേ ഇപ്പോ കോൺഗ്രസ് കേരളത്തില് മുന്നോട്ട് പോകുന്നത്? ആ നെറികെട്ട പാർട്ടിയുടെ നേതാവ് രംഗത്തെത്തിയിട്ട് ഉത്തരേന്ത്യയിലേക്ക് നോക്കുമെന്ന് നല്ലൊരു കാര്യം അങ്ങ് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ലോകത്ത് ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ, സൗകര്യങ്ങളിൽ, സന്തോഷത്തിൽ നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ പാരീസിലേക്കൊന്ന് നോക്കണോ? കഴിഞ്ഞ 60 വർഷക്കാലമായിട്ട് മുടങ്ങാത്ത പ്രോഗ്രാം പോലും ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് മുടങ്ങിക്കിടക്കുക. നിരവധി യൂറോപ്പിലെ നഗരങ്ങളില് ക്രിസ്മസ് പ്രോഗ്രാമുകള് റദ്ദ് ചെയ്തു വെച്ചിരിക്കുക സുരക്ഷാ കാരണങ്ങളാല്. കാരണം എന്താ? ജിഹാദികളുടെ അതിപ്രസരോ. എങ്ങനെയാ ജിഹാദികൾ ഉണ്ടാകുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സംവിധാനങ്ങൾ വളരുന്നത് കൊണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമിയെ നമ്മുടെ കേരളത്തിൽ വളർത്തുന്നത് കോൺഗ്രസ്. എന്നിട്ട് ഉളുപ്പില്ലാതെ കോൺഗ്രസ് നേതാവ് ഈ രംഗത്തെത്തിയിട്ട് വിളിച്ചു ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ എന്ന് ഉളുപ്പില്ലാതെ വിളിച്ചു പറയല്ലത്. ഇതേ ആള് മുസ്ലിം ലീഗ് പ്രോഗ്രാമിലെത്തിയാൽ അവിടെ പോയിട്ട് പറയോ നിങ്ങൾ ഉത്തരേന്ത്യയിലേക്ക് നോക്കോ, മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയെന്ന്. ഏത് സ്ഥലത്തെത്തിയാലും ഈ ടൈപ്പിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഇതുപോലെ മതം പറഞ്ഞ് പച്ചവർഗീയത ഉയർത്തിപ്പിടിച്ച് വോട്ട് വാങ്ങി മുന്നോട്ട് പോകുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ രാജ്യത്തുണ്ടോ? കോൺഗ്രസ് ഇത്തരം പ്രോഗ്രാമിലെത്തിയാൽ ഇത്തരത്തിൽ, നേരെ മുസ്ലിം ലീഗ് പ്രോഗ്രാമിലെത്തിയാൽ ഉത്തരേന്ത്യയിലേക്ക് നോക്കൂ മുസ്ലിങ്ങൾ. ഇമാതിരി കോൺഗ്രസ് രാജ്യത്ത് മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്നത് പോലെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്നുണ്ടോ? ഇതേ നേതാവിനെ സ്റ്റേജിലിരുത്തിയിട്ട് സുരേഷ് ഗോപി നല്ല ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടോക്കൂ. ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇതൊരു വലിയ ആഘോഷം നടക്കുകയാണ്, നമ്മളെല്ലാം ഒന്നായി നിൽക്കുന്നതാണ്, മതവും ജാതിയും ഒന്നുമില്ല എന്ന്, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ തന്നെ അതെല്ലാം മാറ്റിവെച്ച് ഒന്നായിച്ചാൽ. നിങ്ങൾക്ക് വേറെ ഉദാഹരണമൊന്നും വേണ്ട. ഇപ്പൊ ആരെങ്കിലും തിരുവനന്തപുരത്തുണ്ടെങ്കിൽ അവിടെ ഒരു ക്രിസ്തീയ വിശ്വാസിയെ പോലെ തന്നെ വീട് ഇതുപോലെ ദീപാലങ്കൃതമാക്കിയിരിക്കുന്ന എൻ്റെ വീട് നിങ്ങൾക്ക് വീഡിയോഗ്രാഫി ചെയ്തിവിടെ കാണിക്കാൻ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ഞാൻ വെല്ലുവിളിക്കുകയാണ്.
വ്യക്തികളും. പിന്നെ ഈ ഉത്തരേന്ത്യയിൽ ആരൊക്കെയാണ് ഈ ഡ്രാമയെല്ലാം കാട്ടിക്കൂട്ടുന്നത്, അതെന്തിനു വേണ്ടിയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോട് തന്നെ അവിടെ ചോദിച്ചാൽ നമുക്ക് ഫുൾ ടെക്സ്റ്റ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് സച്ച് ഹാപ്പനിങ്സ് ഇൻ മൈ കൺട്രി, യോർ കൺട്രി. ഇതെല്ലാം രാഷ്ട്രീയ വൽക്കരണത്തിന് വേണ്ടിയുള്ള വക്ര പ്രവർത്തനങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മനസ്സിൽ നിയമിക്കാനേ പാടില്ല. നിങ്ങൾ കേട്ടില്ല, എത്ര മാന്യമായിട്ട് എത്ര സുന്ദരമായിട്ടാണ് സുരേഷ് ഗോപി മറുപടി കൊടുത്തിട്ടുള്ളത്. എന്നാൽ പറയേണ്ടത് കൃത്യമായിട്ട് ആ കോൺഗ്രസ് നേതാവിന്റെ മണ്ടക്കടിച്ചതുപോലെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വീട് തിരുവനന്തപുരത്തുള്ള എൻ്റെ വീട്ടിലേക്ക് നോക്കണം. ഒരു ക്രിസ്തീയ വിശ്വാസിയെ പോലെ തന്നെ ഞാൻ എൻ്റെ വീട് അലങ്കരിച്ചു വെച്ചിരിക്കുന്നു, ആർക്ക് വേണമെങ്കിലും അത് വന്ന് നോക്കാമെന്ന അദ്ദേഹം എടുത്തു പറയുന്നത്. ഇതെന്തുകൊണ്ട് അദ്ദേഹം ഇത്ര കൃത്യമായിട്ട് എടുത്തു പറയുന്നത്? ഭാരതീയ ജനതാ പാർട്ടി എന്താണ് ഈ രാജ്യത്ത് കേരളത്തിലൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് എന്ന അദ്ദേഹം കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അത് സാധാരണ ക്രിസ്ത്യൻ മതവിശ്വാസികളോട് അദ്ദേഹം പറയുന്നത്, ക്രിസ്തീയ വിശ്വാസികൾ എങ്ങനെയാണോ ക്രിസ്മസിന് വീടുകൾ അലങ്കരിക്കുന്നത് അതേപോലെയാണ് എന്റെ വീട് അലങ്കരിച്ചത് എന്ന് ഈ രാജ്യത്തെ ഒരു കേന്ദ്രമന്ത്രിയാ പറയുന്നത്. ഇത് ചെറിയ വടി കൊടുത്ത് വലിയ വടി വാങ്ങാൻ അറിയൂ. കോൺഗ്രസ് തന്നെ ഇങ്ങനെ ഓരോന്ന് ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും. ഇതിപ്പോ സുരേഷ് ഗോപിയുടെ വീട് ഒരു ക്രിസ്തീയ വിശ്വാസിയെ പോലെ അലങ്കരിച്ചു എന്നുള്ളത് കേരളം മൊത്തം ഇപ്പോ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അദ്ദേഹം ഇങ്ങനെയാണ് മറ്റു മതങ്ങളെ കാണുന്നത് എന്നും കേരളം കൃത്യമായിട്ട് അത് കേട്ട് മനസ്സിലാക്കുന്നത്. അതൊക്കെ തന്നെ ആ ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ട് കിട്ടിയിട്ടുള്ളൊരു ഗുണമാണ്. പിന്നെ മറ്റൊന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഉത്തരേന്ത്യയിലൊക്കെ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്, ആരാണ് ഇതിന്റെ പിന്നിൽ എന്നൊക്കെ ഒന്ന് കൃത്യമായിട്ട് ചിന്തിച്ചാൽ മാത്രം മതി. ഈ ഉത്തരേന്ത്യയിലൊക്കെ ഇത്തരം പ്രവർത്തികളൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടിയാണ് എന്നുള്ളതാ വലിയ യാഥാർത്ഥ്യം. കാരണം മറ്റൊന്നല്ല, ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ വോട്ടൊക്കെ സാധാരണ കോൺഗ്രസിനായിരുന്നു കിട്ടാറുള്ളത്. എന്നാൽ ഈ തവണ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന നിയമസഭയിലൊക്കെ ക്രിസ്ത്യൻ മതവിശ്വാസികൾ വലിയ രീതിയിൽ BJPയിലേക്ക് വോട്ട് പോകുമെന്ന് തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ട് സകലയിടത്തും പോയിട്ട് കോൺഗ്രസ് ഒക്കെയാണ് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് എന്ന് തന്നെയാ സുരേഷ് ഗോപി അങ്ങ് പച്ചക്ക് വിളിച്ചു പറഞ്ഞത് എന്ന് ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയാ. മറ്റൊരു കാര്യം കൂടി അങ്ങ് എടുത്തു പറയാം, അജ്മൽ കസബിനെയൊന്നും ഒരാളും മറക്കരുത്. മുംബൈ ഭീകരാക്രമണത്തിന് നേതൃത്വം കൊടുത്ത നിരവധി ആളുകളെ കൊല ചെയ്ത അജ്മൽ കസബ് കയ്യിൽ ചരടും കെട്ടിയിട്ട് ഹിന്ദു എന്ന രീതിയിലായിരുന്നു രംഗത്തെത്തിയത്. അതേപോലെ കോൺഗ്രസിന് വേണ്ടിയിട്ട് കോൺഗ്രസിലേക്ക് തന്നെ ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ വോട്ട് വാങ്ങാൻ നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിൽ തോന്നിവാസവുമായിട്ട് കോൺഗ്രസിന്റെ അനുകൂലികളാണ് ഈ രംഗത്തെത്തിയത് എന്ന് തന്നെയാ ബോധമുള്ള ഓരോ മലയാളികളും തിരിച്ചറിയേണ്ടത്. പ്രത്യേകം ഓർക്കേണ്ടതാ, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് ഡൽഹിയില് ക്രിസ്മസ് ആഘോഷിക്കുക, പ്രധാനപ്പെട്ട ഒരു ചർച്ചില് പ്രധാനപ്പെട്ട ഒരു പള്ളിയിൽ വെച്ച്. അതാണ് ഈ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത് എന്നുള്ളത് സകലരും തിരിച്ചറിയാം. ഏതായാലും സുരേഷ് ഗോപിയെ ചൊറിഞ്ഞതുകൊണ്ട് സുരേഷ് ഗോപി എന്താണ് എന്നും ഭാരതീയ ജനതാ പാർട്ടി എന്താണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നും കേരളത്തിലെ സകല ക്രിസ്തീയ മതവിശ്വാസികൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ കോൺഗ്രസ് മതം പറഞ്ഞ് മതം ആവുന്നത് പോലെ വിളിച്ചു പറഞ്ഞ് ഇരവാദം പറഞ്ഞിങ്ങനെ വോട്ട് വാങ്ങുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് മറ്റൊരു പാർട്ടിയും മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്നില്ല എന്നും സകല ആളുകളും തിരിച്ചറിയുക.